ഏറ്റവും മിനിമം ടൈം എടുത്തിട്ടാണ് ഞാൻ ഈ ഐറ്റംസ് ഉണ്ടാക്കിയത്. ഇന്ന് ഉച്ചക്കലത്തെ ഊണാണ് ഞാൻ തയ്യാറാക്കിയത്. വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. ആ ചേനത്തോര ഉണ്ടാക്കി, മാങ്ങാക്കറി ഉണ്ടാക്കി, പിന്നെ ഇഷ്ടമുണ്ടാക്കി, പുളിയിഞ്ചി ഉണ്ടായിരുന്നതാണ്, സാമ്പാർ രാവിലെ ഉണ്ടാക്കിയത്, പപ്പടം കാച്ചി. നോക്കൂ, നല്ല പപ്പടമൊക്കെ പൊട്ടിയില്ലോ. പപ്പടം ഇതാ കാച്ചി, പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ. നോക്കൂ, ഇഷ്ടവും ചേനപ്പേരി, മാങ്ങാക്കറി, പുളിയിഞ്ചി, സാമ്പാർ, പപ്പടം. ഇനി ഇതിലും മേലെ എന്തൊക്കെ വേണം ഞാൻ ഇനി ഉണ്ട് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ്. നോക്കൂ, ചേനയുടെ ഇല ഉപ്പേരി ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും പരീക്ഷിക്കോ. ഇത്ര വിറ്റാമിൻസ് നിറഞ്ഞാൽ ചേനയില വെറുതെ കളയരുതേ, പാഴാക്കി കളയരുതേ, അത് യൂസ് ചെയ്യണം. ഇതാ മാങ്ങാക്കറി, മാങ്ങയ്ക്ക് ഇപ്പോൾ ക്ഷാമമാണ്. അതുപോലെ ഇതെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കൂടി കാണണം. എന്നിട്ട് ആഘോഷിക്കണം ഓണം. കാറ്ററിംഗുകാരുടെ കയ്യിൽ പുറത്തുനിന്നോ ഒരിക്കലും സദ്യ വാങ്ങിക്കരുത്. കഴിഞ്ഞ പോലെ എനിക്ക് ആരോഗ്യമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ സദ്യ പുറത്തുനിന്ന് വാങ്ങിച്ചു. സഹിക്കാൻ പറ്റാത്ത സദ്യയായിരുന്നു, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലം ഞാൻ സ്വയം ഉണ്ടാക്കാൻ പോവാണ്. മാങ്ങാക്കറി, ചേനയുടെ ഇല ഉപ്പേരി, ഇഷ്ടം, അതൊക്കെ ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിലാണ് ഉണ്ടാക്കിയത്. എത്ര ഈസി ആയിട്ടാണ് ഈ ഐറ്റംസൊക്കെ ഉണ്ടാക്കി നോക്കും. പിന്നെ പുളിയിഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ സാമ്പാർ ഞാൻ ഉണ്ടാക്കിയത്, പപ്പടം കാച്ചി, ഇതെല്ലാം ഞാൻ എളുപ്പത്തിലുണ്ടാക്കി. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു സദ്യ ഒരുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് എല്ലാം ഞാൻ കുറേ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ടിപ്സ് പ്രകാരം നിങ്ങൾ ഒരുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ പായസമൊക്കെ സദ്യ ഒരുക്കാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ യങ്സ്റ്റേഴ്സും എല്ലാവരും നിങ്ങൾ വീട്ടിൽ സ്വയം സദ്യ ഒരുക്കൂ, മക്കളെ കാണിച്ചു കൊടുക്കൂ. അമ്മ നല്ല കഴിവുള്ള സ്ത്രീയാണ്, അമ്മയ്ക്ക് കുക്കിംഗ് അറിയാം, അമ്മ മിടുക്കിയാണ്, അച്ഛൻ മിടുക്കനാണ് എന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് പിള്ളേർക്ക് പാഠങ്ങൾ പഠിക്കുന്നത്. അത് കാരണം കൊണ്ട് നിങ്ങളെല്ലാവരും സദ്യ ഉണ്ടാക്കുമോ, ഊണ് കഴിക്കുമോ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് നിങ്ങളുടെ സുലോചന ടീച്ചർ.